നമ്മൾ പോകുന്ന UAE-യിലേക്ക്. മഴ തോർന്നിട്ടും ദുരിതം തീരാതെ UAE. റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇനിയും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർത്തിവച്ചിരുന്ന ചെക്ക് ഇൻ നടപടികൾ പുനരാരംഭിച്ചതായി എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ ഉയർന്ന വെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് UAE-യിലെങ്ങും പുരോഗമിക്കുന്നത്. രാജ്യത്തെ മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഷാർജയിൽ വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. രാജ്യത്തെ സ്കൂളുകളിൽ ക്ലാസുകൾ ഇന്നും ഓൺലൈനായി തന്നെ പുരോഗമിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇനിയും പുനരാരംഭിക്കാനായിട്ടില്ല. ടെർമിനൽ 1 സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. മഴയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ചെക്ക് ഇൻ നടപടികൾ പുനരാരംഭിച്ചതായി എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ അറിയിച്ചു. ദുബായിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾക്കും തടസ്സം നേരിട്ടു. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടാൻ വിമാനങ്ങൾ വൈകുന്ന സാഹചര്യമാണുള്ളത്. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള 2 വിമാനങ്ങളും റദ്ദാക്കി. അതിനിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിവേഗത്തിൽ പ്രവർത്തനം പുനരാരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ അറിയിച്ചു. അതേസമയം രാജ്യത്ത് പെയ്ത മഴ ക്ലൗഡ് സീഡിംഗ് മൂലമാണെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. 75 വർഷത്തിനിടെ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മഴയെ തുടർന്ന് ഒരു മരണവും UAE-യിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അലനിൽ 254 മില്ലിമീറ്റർ മഴയാണ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത്. 24 ദുബായ്.